ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, മറ്റ് സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവർക്കും ദൈവതിരുനാമത്തിൽ രാവിലെ തന്നെ വന്ദനം. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഈ കല്ലട കൺവെൻഷനിൽ ഇത്രയും പേരുടെ മുമ്പിൽ മുഖ്യ പ്രഭാഷകയായി മുഖ്യ സന്ദേശം നൽകാനായി സാധിച്ചതിൽ ദൈവത്തോടുള്ള നന്ദി, അതിയായ നന്ദി മാത്രമാണുള്ളത്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ബിനുവാണ്. ബിനുവിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. മറ്റ് ഈ കൺവെൻഷൻ്റെ നടത്തിപ്പുകാർ, അതിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദി ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. പള്ളി, ചെറുപ്പം മുതലേ പള്ളി, സൺഡേ സ്കൂൾ, OVBS, നമ്മുടെ യൂത്തിൻ്റെ സംഘടനകൾ, ഇതിലെല്ലാം കൂടെ വളർന്നു. അതിൻ്റെ എക്സ്പീരിയൻസ്, നമുക്ക് ലഭിച്ച എക്സ്പീരിയൻസ് പലവിധമായി നമ്മളിതിലേതിൽ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അതൊക്കെയായിരിക്കാം ഇന്നെന്നെ ഈ കൺവെൻഷൻ്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാസംഗികയാക്കി ഒരു മുഖ്യ സന്ദേശം നൽകാനാക്കി നിർത്തുന്നത്. അതുപോലെ അതോടൊപ്പം തന്നെ അതിനേക്കാളേറെ വേണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു പിതാവിൻ്റെ മകൾ, കുർബാന കൊള്ളുമ്പോൾ പൂർണ്ണ ഒരുക്കത്തോടെ കുർബാന കൊള്ളുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു പിതാവിൻ്റെ മകൾ. അതോടൊപ്പം തന്നെ എൻ്റെ മാതാവ് പള്ളിയിലും കുർബാനയിലുമൊക്കെ പോകാൻ വളരെ കർക്കശക്കാരിയായിരുന്നു. ചെറുപ്പത്തിൽ എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ പോയിരിക്കണം, സൺഡേ സ്കൂളിൽ പോയിരിക്കണം. ശനിയാഴ്ചയ്ക്ക് സൺഡേ ഉച്ചവരെ വേറെ ഒരു, ഇന്നത്തെ കാലം പോലല്ല, സൺഡേ ഉച്ചവരെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പാടില്ല, പള്ളിയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം കുഴപ്പമില്ല. അതൊക്കെ ആയിരിക്കാം, ആ അടിത്തറകളായിരിക്കാം ഇന്ന് ഇങ്ങനെ എന്നെയും നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ആടി ഉലയുന്ന കപ്പൽ വലിയ തിരമാലയിലും കാറ്റിലും കോളിലും ആടി ഉലയുന്ന പ്രശ്നങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭയങ്കരമായി അടിച്ചപ്പോൾ ഈ അടിത്തറയായിരിക്കാം ദൈവവിശ്വാസത്തിൽ ഞങ്ങളെ കുടുംബമായി ഒരു ശബ്ദം പോലും വീട്ടിലുണ്ടാകാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് നിർത്തി അതിൽ നിന്ന് പുറത്തു വന്ന് നമ്മളെ സന്തോഷമായി ജീവിപ്പിക്കുന്നതും ഈ വിശ്വാസവും ഈ പ്രാർത്ഥനയും ഈ ലഭിച്ച അടിത്തറയുമായിരിക്കാം. അത് കണ്ടു വളർന്നതും കേട്ടു വളർന്നതും കൊണ്ടായിരിക്കാം ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ആമുഖമായി ഒന്ന് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ആധുനിക മനുഷ്യനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നാം എല്ലാവരും വളരെ പ്രതീക്ഷകളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലെങ്കിൽ മനുഷ്യന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. പ്രതീക്ഷകളാണ് മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത്. ഒരു ചെറിയ കഥ കൊണ്ട് തന്നെ തുടങ്ങാം. ഒരു മലഞ്ചെരുവിൽ ഒരു വൃദ്ധയായ സ്ത്രീ ജീവിച്ചിരുന്നു. അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ആ സ്ത്രീയുടെ വീടിൻ്റെ അടുത്ത് ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ സ്ഥിരമായി താമസിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഭയങ്കരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നത്, വൃദ്ധയായ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്യാൻ പോകുമ്പം എപ്പോഴും ഈ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാ പ്രാവശ്യവും പോകുമ്പം സ്ത്രീ പറയും ഓക്കെ, നല്ലതായിട്ട് പറഞ്ഞു വിടും. എന്നിട്ട് പറയും, മോനെ നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കണം എന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നു. അദ്ദേഹം ആ വിളക്ക് കത്തിച്ച് വെക്കും, എന്നിട്ട് പോകും, തിരിച്ചു വരും. അത് അങ്ങനെ ഒരു റുട്ടീനായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അപ്പം ഇതിന് എപ്പോഴും ഭയങ്കര അത്ഭുതമായിരുന്നു, എന്തായിരുന്നു അങ്ങനെ ആ പറഞ്ഞതിൻ്റെ കാര്യം എന്നുള്ളത്. ഒരു പ്രാവശ്യം ഈ അമ്മ അദ്ദേഹത്തോട് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചോദിച്ചു, എന്തിനാണ് അമ്മേ എന്നോട് ഈ തിരി തെളിയിക്കുന്ന കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മോനെ നീ ആ വീട്ടിലില്ല എന്നുള്ളത് എനിക്കറിയാം, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നീ ആ വീട്ടിലില്ല എന്നുള്ളത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഭയപ്പാടിനെ മാറ്റണം. ആ തിരി കാണുമ്പോൾ എനിക്ക് പ്രതീക്ഷയാണ് വരുന്നത്. ആ തിരി ആ അമ്മയെ സന്തോഷവതിയാക്കിയിരുന്നു.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ വേണം നാം എല്ലാവരും പ്രതീക്ഷയായി മുമ്പോട്ട് പോകാൻ. ഈ ക്രിസ്തുവായ പ്രകാശത്തിൽ മുമ്പോട്ട് പോകാൻ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഏറ്റവും വേണ്ടതാരെയാണ്? ഈ ഇരിക്കുന്ന സ്ത്രീകളെയാണ്. ഈ സേവികാ സംഘം, ഞാൻ രണ്ടാമതാണ് നിങ്ങളുടെ സേവികാ സംഘത്തിൻ്റെ പരിപാടിക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം അടൂർ ഭദ്രാസനം സേവികാ സംഘത്തിൻ്റെ ഉദ്ഘാടനത്തിനും എത്താൻ സാധിച്ചു. രണ്ടാമത് പിന്നെയും എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സേവികാ സംഘത്തിലെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിരിക്കാം ക്രിസ്തുവിൻ്റെ ആ പ്രതീക്ഷ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. കുടുംബം സമൂഹത്തിൻ്റെ ചെറിയൊരു യൂണിറ്റാണ്. ആ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ ഇതിന് തടസ്സം വരുത്താനായിട്ട് ഒരുപാട് നെഗറ്റീവ് ഫോഴ്സുകൾ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നാം കാണേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് പോകാനായിട്ട് ഉള്ള ശക്തി നാം വേണം നമ്മുടെ കുടുംബത്തിന് നൽകാൻ. അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? നാം നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും അതിൽ നാം നമ്മുടെ കുടുംബത്തെ ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ നമ്മുടെ പ്രതീക്ഷ കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷ കൊടുക്കുമ്പോൾ അതിലൊരു വെല്ലുവിളി വരുമ്പോൾ ആ വെല്ലുവിളിയെ നേരിടാൻ നിങ്ങളുടെ ഈ ദൈവവിളിക്കും വിശ്വാസ സ്ഥിരതയ്ക്കും സാധിക്കും. ഇതിനെ രണ്ടിനെയും പറ്റി പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ ദീർഘമായി പറഞ്ഞിട്ടുണ്ട്. ദൈവവിളിയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 3 ചോദ്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. ദൈവവിളിയെ പറ്റി പറയുമ്പോൾ ആര് വിളിക്കുന്നു, ആരെ വിളിക്കുന്നു, എന്തിനു വിളിക്കുന്നു? ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് പറയാൻ പറ്റുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ദൈവവിളി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ദൈവവിളിയുടെ അടിസ്ഥാനമായ ഒരു തത്വം എന്ന് പറയുന്നത് നാം എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. ഈ ദൈവവിളി ലഭിച്ച അനേകരെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. എല്ലാ പ്രവാചകന്മാരും പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും, ഒരുപാട് ക്യാരക്ടേഴ്സ് ദൈവവിളി ലഭിച്ചവരാണ്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവവിളി ലഭിച്ചവർ എല്ലാവരെയും, ഒരാൾ പോലും അയാളുടെ സ്വന്തം കഴിവുകൊണ്ട് ദൈവവിളി ലഭിച്ചവരല്ല. പക്ഷേ ദൈവം അവരെ ഒരുക്കിയെടുത്ത് ദൈവവിളിക്ക് പ്രാപ്തരാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥമായി ദൈവവിളിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ ഒരു വലിയ നിയോഗം ഏൽപ്പിക്കാൻ വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുന്നതാണ് യഥാർത്ഥമായ ദൈവവിളി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു നിയോഗമാണ് നമ്മെ ഏൽപ്പിക്കുന്നതെങ്കിലും ഇതിനോടൊപ്പം നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടും. പക്ഷേ ആ വെല്ലുവിളി ധൈര്യമുണ്ടോ നേരിടാൻ എന്നുള്ള ആ വിശ്വാസത്തിൽ, ആ വിശ്വാസ സ്ഥിരതയിൽ വേണം മുമ്പോട്ട് പോകേണ്ടത്. ഈ ദൈവവിളിയുടെ ഒരു 3-4-5 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമതായി ദൈവവിളി ഒരു പുറപ്പാടാണ്. വൊക്കേഷൻ ഇസ് ആൻ എക്സോഡസ്. പുറപ്പാട് എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ വരുന്നത് ആരാണ്? അബ്രഹാമിനോട് യഹോവയായ ദൈവം എന്താണ് പറഞ്ഞത്? ദേശത്തെയും ബന്ധുക്കളെയും നിന്റെ പിതൃഭവനത്തെയും എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു പൊക്കോളാനാണ് പറഞ്ഞത്. നാം ദൈവവിളിയെപ്പറ്റി ദീർഘമായി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവവിളി ഒരു പുറപ്പാടാണ്. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിനക്കുള്ളതെല്ലാത്തിനെയും ഉപേക്ഷിച്ച് നീ പുറപ്പെട്ടു പൊക്കോളാനാണ് ദൈവം പറഞ്ഞത്. എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ പുറപ്പെട്ടു പോയി കഴിയുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അതൊരു മൃദുവായ ശബ്ദമായിരുന്നു അബ്രഹാമിന് കേട്ടത്. പക്ഷേ അബ്രഹാം ആ മൃദുവായ ശബ്ദത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ആ മൃദുവായ ശബ്ദത്തെ കേട്ട് തൻ്റെ ഉള്ളതിനെയെല്ലാം ഉപേക്ഷിച്ച് അബ്രഹാം മുമ്പോട്ട് പോയി, പുറപ്പെട്ടു പോയി. അതുകൊണ്ട് എന്താ? ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, വലിയൊരു ജനതയുടെ പിതാവാക്കി മാറ്റി. പക്ഷെ എന്താണ് അബ്രഹാം ചെയ്തത്? അബ്രഹാം തനിക്കുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇങ്ങനൊരു വിളി വരും. പക്ഷേ ആ വിളി വരുമ്പോൾ നമുക്കുള്ള പലതിനെയും ഉപേക്ഷിച്ച് നമുക്ക് പുറപ്പെട്ടു പോകേണ്ടി വരും. എന്നാൽ നമുക്ക് വലിയൊരു അനുഗ്രഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ രൂപപ്പെടുന്നതാണ് ദൈവവിളി. വൊക്കേഷൻ ഇസ് എ ഡിവൈൻ എക്സ്പീരിയൻസ് ഇൻ വിച്ച് ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ഷൈൻസ് ഇൻ us. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരുന്നതാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഒരു ശില്പി ഉണ്ടായിരുന്നു.
അദ്ദേഹം അതിമനോഹരമായ ശില്പങ്ങൾ കൊത്തുമായിരുന്നു. അദ്ദേഹം പല പല ശില്പങ്ങൾ കൊത്തുമായിരുന്നു. ഒരു ദിവസം ഒരു ശില്പം കൊത്തി തുടങ്ങി. അത് പതിയെ പതിയെ അതിനെ കൊത്തി അത് മുമ്പോട്ട് പോയി. ഇങ്ങനെ കൊത്തി കൊത്തി വന്നപ്പോൾ ചെറിയൊരു രൂപം അതിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു തുടങ്ങി. അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം പിന്നെയും കൊത്തി. അങ്ങനെ കൊത്തി കൊത്തി വന്നപ്പോൾ പുഞ്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു രൂപം ചെറുതായിട്ട് അതിൽ തെളിഞ്ഞു വന്നു. അത് പിന്നെ വ്യക്തമായി അദ്ദേഹം ആ മാർബിൾ കല്ലിൽ അതിൽ വേണ്ടാത്തതിനെയെല്ലാം ചുരണ്ടിയും മാറ്റിയും കളഞ്ഞപ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ രൂപം വളരെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പലതിനെയും വെട്ടിയും ചുരണ്ടിയും മാറ്റി കളയുമ്പോൾ നമുക്ക് പുഞ്ചിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വരുന്നതാണ് ദൈവവിളി. ആ ദൈവവിളി നമുക്ക് എപ്പോൾ മനസ്സാൽ സ്വീകരിക്കാൻ കഴിയും? അപ്പോഴാണ് ക്രിസ്തു നമ്മിൽ പുഞ്ചിരിച്ച് പുറത്തേക്ക് വരുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പഴയ ജീവിതം പാടെ ഉപേക്ഷിക്കുന്നതാണ് ദൈവവിളി. വൊക്കേഷൻ ഇസ് അബാൻഡനിങ് പാസ്റ്റ് ലൈഫ് ആൻഡ് എൻറ്ററിങ് ഇൻ ടു ക്രിസ്റ്റോസെൻട്രിക് പാത്ത്. നമ്മുടെ ഉള്ളതിനെ എല്ലാം ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ദൈവവിളി. കർത്താവ് മത്തായി എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കുക. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എന്നെ അനുഗമിക്കുക. മത്തായി തനിക്ക് ഉള്ളതിനെയെല്ലാം, നേരത്തെ അബ്രഹാം പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞതുപോലെ, തനിക്കുള്ളതിനെയെല്ലാം വിട്ട് കർത്താവിനോടൊപ്പം അനുഗമിച്ചു പോയി. അങ്ങനെ പോയപ്പോൾ അവനവൻ്റെ മലിനതകളും എല്ലാം ഉപേക്ഷിച്ചു. അവൻ്റെ സർവസ്വവും മലിനതകളും എല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് എന്തായി? കർത്താവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായി മാറി. പക്ഷേ ആധുനിക മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ മലിനതകൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോയാൽ മാത്രമേ മത്തായി ചെയ്ത പോലെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി സൗഹൃദം നുകരുവാനുള്ള വിളിയാണ് ദൈവവിളി. വൊക്കേഷൻ ഇസ് എ കോൾ ടു സീക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ആ സുഹൃത്ത് ബന്ധത്തിന്, ഒരു ഫ്രണ്ട്ഷിപ്പിനാണ് വിളിക്കുന്നത്. ആ ഫ്രണ്ട്ഷിപ്പിന് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തു എന്തായിരിക്കുന്നു, ആരായിരിക്കുന്നു, അത് നാം അതിനെ എടുക്കണം എന്നുള്ളതാണ് ക്രിസ്തു ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഇതുപോലെ കർത്താവ് തിരഞ്ഞെടുത്ത ഫ്രണ്ടാകാൻ, തൻ്റെ സഹയാത്രികനാകാൻ വിളിച്ച 12 ശിഷ്യന്മാരിലെ ഒരാളാണ് യോഹന്നാന് പക്ഷേ 2-3 ബലഹീനതകളുണ്ടായിരുന്നു. ഒന്ന്, യോഹന്നാൻ വാസ് എ പൊസിഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റി. മർക്കോസിൻ്റെ സുവിശേഷം 10:37 പറയുന്നുണ്ട്, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പൊസിഷൻ സീക്ക് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിരുന്നു. രണ്ടാമതായിട്ട്, ഹി വാസ് ഇൻടോളറൻറ്റ്. അവന് കുറച്ച് അസഹിഷ്ണുത ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഒരാളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മർക്കോസിൻ്റെ സുവിശേഷം 9:38 പറയുന്നു, ചില പ്രവാചകന്മാർ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ അവൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇൻടോളറൻ്റ് ആയിരുന്നു. മൂന്നാമതായി, അവൻ കോപിയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9:54, ആകാശത്തിൽ നിന്ന് തീ ഇറക്കി കർത്താവിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണം എന്നായിരുന്നു അവൻ്റെ ചിന്ത. ഇതൊക്കെയായിരുന്നു അവൻ്റെ ബലഹീനതകളെങ്കിലും എന്തായി? കർത്താവ് തന്നോടൊപ്പം നടക്കാൻ തൻ്റെ പ്രിയ ശിഷ്യനായി 12-ൽ ഒരുവനായി യോഹന്നാനെ എടുത്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായി എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും ദൈവം ഏൽപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ തറഞ്ഞു കിടന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ യോഹന്നാനോട് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മാതാവിനെ യോഹന്നാൻ്റെ ഭരമേൽപ്പിക്കുകയാണ്. അപ്പോൾ നാം ക്രിസ്തുവുമായിട്ട് ഫ്രണ്ട്സ് ആകാൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ഏത് ബലഹീനതകളുണ്ടെങ്കിലും കർത്താവ് അതിനെ മാറ്റി കർത്താവിനോടൊപ്പം നിർത്തും. അതോടൊപ്പം നമുക്ക് വലിയ വലിയ ചുമതലകളും നമുക്ക് തരുന്നു. അതാണ് ക്രിസ്തുവുമായി സൗഹൃദം നുകരുവാനുള്ള വിളിയാണ് ദൈവവിളി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത്, ദൈവവിളിയിൽ വിളിക്കപ്പെട്ടവരായ നാം ആരാണ്? വാട്ട് ഈസ് അവർ ഐഡൻറ്റിറ്റി? ക്രിസ്തുവിൻ്റെ അനുയായിയായി
സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. എന്തിന് സാക്ഷി? നമ്മൾ ക്രൂശിത്തറപ്പിനും ഉയർത്തെഴുന്നേൽപ്പിനും സാക്ഷിയായിട്ടുള്ള നമ്മളെയാണ് ദൈവവിളിയിൽ, ആ സാക്ഷിയാകാനാണ് ദൈവവിളിയിൽ കൂടെ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ അങ്ങനെ നമ്മൾ ദൈവവിളിയിൽ കൂടെ വിളിച്ചു കഴിയുമ്പോൾ നാം എന്തായിരിക്കണം? കർത്താവ് നമുക്കെല്ലാം തന്നുകൊണ്ടിരുന്നാൽ മതിയോ? നാം കർത്താവിനോട് ചോദിക്കണം, നിനക്കെന്ത് വേണം എന്ന് കർത്താവിനോട് ചോദിച്ച് നമുക്ക് കർത്താവിന് വേണ്ടത് കൊടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് നാം യഥാർത്ഥ സാക്ഷിയാകാൻ പറ്റുന്നത്, സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയായി മാറുന്നത്. കർത്താവ് എപ്പോഴും കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമായിരുന്നു. വിധവയുടെ കണ്ണീരിനെ മാനിച്ച ദൈവമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കർത്താവിനോട് ചോദിച്ച് മുമ്പോട്ട് പോകണം. അതിന് ഒരു ജീവിത സാക്ഷ്യം ഉള്ള, അതെനിക്ക് സാക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ നിങ്ങളുടെ കൂടെ പറയാൻ സാധിക്കും. എന്താ വെച്ചാൽ, ഞാൻ വ്യക്തിപരമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പള്ളിയും എല്ലാം വീട്ടിലെ സാഹചര്യമൊക്കെ ആയിട്ട് വളർന്ന വ്യക്തിയാണ്. അങ്ങനെ നോർമലി ഒരു പ്രാവശ്യം എപ്പോഴും പ്രാർത്ഥന ഒക്കെ, ഒരു പ്രാവശ്യം ധ്യാനം കൂടാൻ പോയപ്പം പല കൺവെൻഷനും പ്രാർത്ഥനകൾക്കും ഒക്കെ കൂടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ധ്യാനം കൂടാൻ പോയപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഈ പറഞ്ഞ, ഞാൻ ഈ സാക്ഷ്യത്തിന് ആകാനുള്ളൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, ഇരുന്നപ്പോഴാണ് ദൈവം എൻ്റെ മനസ്സിൽ ചോദിപ്പിച്ചു, എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് മറ്റൊരാൾക്ക്, നമുക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ദൈവം, എനിക്കറിയില്ല എവിടെ നിന്നാണ് എന്താണ് എന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ തന്ന, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, 2011 എൻ്റെ മനസ്സിൽ തന്ന ഒരു വാക്കാണ്, ഒരു ആലോചനയാണ്, ഭക്ഷണം കൊടുക്കുക എന്നൊരു ആലോചന മനസ്സിൽ തന്നു. പെട്ടെന്ന് തന്നെ എനിക്കറിയില്ല എവിടെ നിന്ന് മന്ന എന്നൊരു വാക്ക് എൻ്റെ മനസ്സിൽ ദൈവം എവിടുന്നോ തന്നു. അങ്ങനെ അതൊരു ദൈവവിളിയായിട്ട്, അതൊരു നിയോഗമായിട്ട് ഞാൻ ഇന്നതിനെ മനസ്സിലാക്കുന്നു. അങ്ങനെ ഡിസംബർ 12, 2012 മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് 2012 ഇന്ന് പക്ഷേ അന്ന് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അന്നൊരു വാക്ക് കിട്ടി, അതിനെ ഒരു ധ്യാനത്തിൽ വെച്ച് കിട്ടിയതുകൊണ്ട് അതിനെ പിന്തുടർന്ന് ഞാനത് 2012 ഒരു ട്രസ്റ്റായിട്ട് ആരംഭിച്ചു. അതേ ഡിസംബർ 12, 2012 തന്നെ എൻ്റെ മകനെ അന്ന് 5.5 വയസ്സിൽ മധുവായിലും കയറ്റി. അങ്ങനെ 2 വലിയ കാര്യങ്ങൾ. ഒന്ന് നിയോഗമായിട്ട് ഞാനതിനെ കാണുന്നു. അന്ന് തൊട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് പോകുന്നു. അപ്പം എൻ്റെ പിതാവിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അത് തുടങ്ങുന്നത്. അപ്പം അപ്പയ്ക്കാകെ ഒരു കണ്ടീഷനേ ഉള്ളായിരുന്നു, ഇതിൽ എന്ത് ചെയ്താലും സ്വന്തം വരുമാനത്തിൽ ചെയ്യുക, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആര് വന്നാലും സഹായിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും അറിഞ്ഞില്ല, അത് വളരെ അൺനോട്ടസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ, ഞാനും അമ്മയും മാത്രമായിട്ടുള്ളത്, അങ്ങനെ മുമ്പോട്ട് പോയി. എനിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട്, ഒരു സംഭവം കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത് വെച്ചാൽ, ഒരു ദിവസം രാവിലെ, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 2017 അങ്ങനെയൊക്കെ സമയത്തിലായിരിക്കും. ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പം അപ്പ എന്നെ മോളെ എന്ന് വിളിച്ചു. അപ്പം താഴോട്ട് ഇറങ്ങി വരുമ്പം ഞങ്ങളെ എല്ലാവരെയും മോളെ മോനെ എന്നേ വിളിക്കത്തുള്ളൂ, പേര് പോലും വിളിക്കത്തില്ല. അപ്പം ഞാൻ അപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു വ്യക്തി അവിടെ നിപ്പുണ്ട്. അപ്പം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കേണ്ടേ, അവസാന തീയതിയാണ്, ഫീസ് അടച്ചിട്ടില്ല, മോക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ 2000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മോഹൻ ചുളിച്ചു. ഞാൻ പറഞ്ഞപ്പം ഞാൻ 3000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ഒന്നുകൂടെ ഇങ്ങനെ മോഹൻ ചുളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പോരാന്ന്. ഞാൻ പറഞ്ഞപ്പോൾ 5000 രൂപ തരാം, അതിൽ കൂടുതൽ തരാൻ എനിക്കില്ല എന്ന് വെച്ചാൽ ബാക്കി വേറെ പലർക്കും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പക്ഷേ ഭയങ്കര സന്തോഷമായി പറഞ്ഞു, എന്നാൽ ശരി ഇപ്പം തന്നെ ചെക്ക് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞ് ചെക്ക് അപ്പം തന്നെ എഴുതി കൊടുത്തു. അദ്ദേഹം പോയി, അത് അങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു വ്യക്തി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ, പണ്ട് സാറ് എനിക്ക് മകളുടെ ഹോസ്റ്റൽ ഫീസ് തന്നതാണ്, ഇന്ന് മകൾ പഠിച്ച് മിടുക്കിയായി നല്ലൊരു ജോലിയിൽ എവിടെയോ
വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. ഇതൊരു ചെറിയൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനത്തെ പല പല നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് വേറൊരു, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് അന്നിത് തുടങ്ങുമ്പോൾ ഒരു നിയോഗമായില്ല എന്ന് മനസ്സിലായെങ്കിലും അത് മനസ്സിലായത് സത്യം പറഞ്ഞാൽ 2025 ഓഗസ്റ്റിൽ ഞാൻ കുറച്ച് വീൽ ചെയർ കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്തായിരുന്നു. അതിൻ്റെ വീൽ ചെയർ ഡിസ്ട്രിബ്യൂഷൻ്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായി വന്നത് മർത്തോമയിലെ കൊട്ടാരക്കര ഭദ്രാസന തിരുമേനി തീത്തോസ് തിരുമേനിയായിരുന്നു എനിക്ക് മുഖ്യാതിഥിയായിട്ട് അന്ന് അവിടെ ഉദ്ഘാടകനായി എത്തിയത്. അപ്പോൾ തിരുമേനി അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പം അന്ന് മന്നയുടെ പരിപാടിയാണ്. അപ്പം ഞാൻ മന്നയെ പറ്റിയൊക്കെ തിരുമേനിയോട് പറഞ്ഞ് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം ഞാൻ ഈ അനുഭവങ്ങളൊക്കെ തിരുമേനിയോട് പറഞ്ഞു. അപ്പം തിരുമേനി പറഞ്ഞു, മറിയ പല കാര്യങ്ങൾക്കും നമുക്ക് അപ്പം തന്നെ നമുക്കതിൻ്റെ രഹസ്യം മനസ്സിലാകണമെന്നില്ല. മന്നയുടെ രഹസ്യം മനസ്സിലാക്കാൻ മറിയയ്ക്ക് 12 വർഷം, 2012 തുടങ്ങിയ മന്ന, സത്യം പറഞ്ഞാൽ അപ്പം 2023 മരിച്ച് 2024 തൊട്ടാണ് പബ്ലിക്കായിട്ട്, അതുവരെ വളരെ ആരും അറിഞ്ഞിരുന്നില്ല അതിനെപ്പറ്റി. 24 തൊട്ട് ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് ചെയ്തു തുടങ്ങി, ഒരുപാട് പേർക്ക് അങ്ങനെ പബ്ലിക്കായി പോകേണ്ടി വന്നു. അപ്പം അന്ന് തിരുമേനി പറഞ്ഞു 12 വർഷം എടുത്തു മന്നയുടെ രഹസ്യം, ആ ദൈവവിളിയുടെ രഹസ്യം മറിയ തുടങ്ങിയ പുറത്തു വരാൻ. നമുക്കെപ്പോഴും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു വഴി അപ്പം തന്നെ എന്തിനാണ് ആ വഴി നമുക്ക് വെച്ചിരിക്കുന്നതെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, അന്ന് അവിടെ ആ സ്ഥലത്തിരുന്നപ്പോൾ ഇങ്ങനൊരു ഭക്ഷണം എന്ന് വന്നു, ഒരു മന്ന എന്നൊരു വാക്ക് വന്നു. പക്ഷെ അന്ന് തിരുമേനി ഓഗസ്റ്റ് 2025 അന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇതാ പ്ലാൻ. 12 വർഷം മുമ്പ് ദൈവം ഇട്ട പദ്ധതി, ആ രഹസ്യം 12 വർഷത്തിന് ശേഷമാണ് അത് വെളിയിൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ തിരുമേനി പ്രസംഗിക്കുകയും ചെയ്തു. മന്ന എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ മരിക്കാറായ ജനങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇട്ടുകൊടുത്തതാണ് മന്ന. അപ്പം അതുപോലെ തന്നെ ആവശ്യക്കാരന് ഏറ്റവും ആവശ്യമുള്ള സഹായം ചെയ്യാൻ മന്നയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് തിരുമേനി നിർത്തിയത്. ഈ പറഞ്ഞു വന്നതെല്ലാം ഇവിടെ എല്ലാവർക്കും പലവിധമായ രീതിയിൽ ദൈവവിളിയും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ ആ ദൈവവിളിയിലുള്ള ഓരോ കാര്യങ്ങൾ അതെന്തിനാണ് എന്നുള്ള അതിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ ചിലപ്പം ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. എനിക്ക് ആ രഹസ്യം മനസ്സിലായത് ഇപ്പോൾ അത് 12 വർഷം എന്നതിന് ശേഷമാണ് ആ മന്നയ്ക്കുള്ള അർത്ഥം തന്നതെങ്കിലും അത് എനിക്ക് മനസ്സിലാക്കി തന്നത് തിരുമേനി 13 വർഷങ്ങൾക്ക് ശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ദൈവവിളി ഉണ്ടാകാം. എന്തുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ പ്രസംഗിക്കുകയാണ്. എനിക്കൊരു 10 വർഷം മുമ്പ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ പല ജീവിതത്തിൽ പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നു. പക്ഷേ അപ്പോഴെല്ലാം ഈ നേരത്തെ മാർബിളിൽ കൊത്തിയെടുക്കുന്ന പോലെ ചുരണ്ടി 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 നമ്മളെ പുഞ്ചിരിക്കുന്ന ക്രിസ്തുവാക്കാനായിട്ടുള്ള പ്രവർത്തനമാണെന്ന് ഇന്ന് ഞാനതിനെ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും അങ്ങനത്തെ ജീവിതാനുഭവം ഉണ്ടാവും. ഒരിക്കലും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാം. പക്ഷേ ഇതിനൊക്കെ വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പുഞ്ചിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ജീവിതാനുഭവം നമ്മളിലേക്ക് തരുന്ന. ഇത് 10, 15, 20, 25 ചിലപ്പോൾ നമ്മുടെ മരണശേഷമായിരിക്കാം അതിൻ്റെ അർത്ഥം വെളിവായി വരുന്നത്, ആ രഹസ്യം വെളിവായി വരുന്നത്. അത് നമുക്കെല്ലാവർക്കും ഏത് കഷ്ടതയിലും നമുക്ക് അതെല്ലാവർക്കും ആ പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മുമ്പോട്ട് പോകാൻ സാധിക്കും. ദൈവവിളിയെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് വിശ്വാസ സ്ഥിരത. പറഞ്ഞു വന്നത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും, ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണ് സ്ത്രീയാണ്. അവർക്ക് ഓരോ കുടുംബത്തിലെയും ദൈവവിളിയിലും വിശ്വാസ സ്ഥിരതയിലും ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പല പ്രശ്നങ്ങൾ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? വിശ്വാസമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നു. 5 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു, 8 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു, സ്വന്തം അനിയനെ തലക്കടിച്ചു കൊല്ലുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമുക്ക് നമ്മുടെ തലമുറയെ ദൈവവിളിയിലും വിശ്വാസ സ്ഥിരതയിലും വളർത്താൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ 5 കാര്യങ്ങൾ നാം പറഞ്ഞു. അത് ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇതില്ലാത്തൊരു സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ദൈവവിളി ഒരു പുറപ്പാടാണ്. നമുക്കുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനോടൊപ്പം പോണ്ടി വരും. നമുക്കുള്ള അഴുക്കുകൾ കൊത്തി മാറ്റിയെടുത്ത് കഴിയുമ്പോൾ
പുഞ്ചിരിക്കുന്ന ക്രിസ്തു നമ്മളിലേക്ക് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ മത്തായി പോയതുപോലെ നമുക്കുള്ള എല്ലാ മലിനതകളെയും ഉപേക്ഷിച്ച് നമുക്ക് പോകാൻ സാധിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം തുറന്ന് ക്രിസ്തുവിൻ്റെ ഒരു കൂട്ടുകാരനായി പോകാൻ നമ്മുടെ എല്ലാ ബലഹീനതയും ഉപേക്ഷിച്ച് കർത്താവ് നമ്മളെ ഫ്രണ്ടായിട്ട് സ്വീകരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സാക്ഷിയായി തീരും. കർത്താവിൻ്റെ സാക്ഷിയായി തീരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിട്ടാലും അതിൻ്റെ അർത്ഥം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ തന്നെ വിശ്വാസസ്ഥിരതയെ നമുക്ക് ബൈബിളിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ സാധിക്കും. അതിൽ വിശ്വാസസ്ഥിരതയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹന്നയെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹന്നയെ പറ്റി അറിയാം. വിശ്വാസസ്ഥിരതയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു വിശ്വാസസ്ഥിരത ഒരു റണ്ണിങ് ട്രാക്ക് പോലെ കണ്ടാൽ മതി. നമ്മളെല്ലാവരും ആ റണ്ണിങ് ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും നാം ആ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നാം, മാനസികമായി ക്ഷീണം തോന്നാം. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്തോ, നമ്മൾ എനർജി ഡ്രിങ്ക് കുടിച്ചോ, നമ്മൾ അത് ഓവർകം ചെയ്ത് എൻ പോയിന്റിൽ എത്തുന്നവരെ നമുക്ക് അക്ഷീണം ഓടാൻ സാധിക്കണം. എന്നാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വിശ്വാസസ്ഥിരത നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച വിശ്വാസസ്ഥിരത, നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ വിശ്വാസസ്ഥിരത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അതുപോലെ പിടിച്ച് മുറുകെ കൊണ്ടുപോകാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ജീവിത വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും. ഹന്നയുടെ കഥ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൽക്കാനയുടെ ഭാര്യയായിരുന്നു ഹന്ന. എൽക്കാനയ്ക്ക് പെനീന, ഹന്ന എന്ന് പറഞ്ഞ് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പെനീന കുറച്ച് അഹങ്കാരിയും കുറച്ച് വഴക്ക് പിടിക്കുന്നവളുമൊക്കെ ആയിരുന്നു. ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെനീന ഹന്നയെ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഹന്നയ്ക്ക് ദുഃഖമുണ്ടായിരുന്നെങ്കിലും ഹന്ന വിശ്വാസസ്ഥിരതയിൽ ഉറപ്പോടെ നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കർത്താവ് അവളുടെ വിശ്വാസത്തെ കണ്ട് അവൾക്ക് ശമൂവേൽ ബാലനെ നൽകുന്നതായിട്ടാണ് കണ്ടത്. അവളുടെ വിശ്വാസത്തിൽ മാത്രമാണ് ശമൂവേൽ ബാലനെ ഹന്നയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസസ്ഥിരതയെ പറ്റി പറയുമ്പോൾ വിശ്വാസസ്ഥിരത ദൈവപ്രസാദത്തിനായുള്ള കാത്തിരിപ്പാണ്. ഈ പറഞ്ഞതുപോലെ ഹന്നയ്ക്ക് ശമൂവേൽ ബാലൻ ഉണ്ടാകുന്ന ആ ദൈവപ്രസാദം കിട്ടുന്നത് വരെ ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബൈബിളിൽ വേറെ പല ക്യാരക്ടേഴ്സും ദൈവം ഹന്നയെ ഒരുക്കിയെടുക്കുന്നത് കാണാൻ സാധിക്കും. അവൾ സ്ഥിരമായി ദൈവവുമായിട്ട് ബന്ധമുള്ളവളായിരുന്നു. മോശയും ദാവീദിനെയൊക്കെ നമുക്ക് കാണാം. മോശയും ദാവീദും ഒക്കെ അവർക്ക് കുറച്ച് കുറവുകളുള്ള, മോശ വിക്കനായിരുന്നു, ദാവീദ് ബാലനായിരുന്നു. ഇവരുടെ ഈ കുറവുകളൊക്കെ കർത്താവ് പരിഹരിച്ചുകൊണ്ട് അതിനെയെല്ലാം കവറപ്പ് ചെയ്താണ് ഇവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി വലിയൊരു ജനതയെ നയിക്കാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഹന്നയ്ക്ക് ശമൂവേൽ ബാലനെ പോലൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി അവൾ നിരന്തരം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവളായിരുന്നെങ്കിലും ആ വിശ്വാസ സ്ഥിരതയിൽ ഉറപ്പിച്ച് ശമൂവേൽ ബാലനെ പോലൊരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് ഹന്നയെ തയ്യാറാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ദൈവപ്രസാദത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് വിശ്വാസ സ്ഥിരത. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും നമുക്ക് ഈ വ്രണപ്രത്ത അനുഭവങ്ങളെയെല്ലാം വിശ്വാസ സ്ഥിരതയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ വിശ്വാസ സ്ഥിരത പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിയുന്നതാണ്. രണ്ടാമതായി പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിയുന്നത് ഹന്നയുടെ പ്രാർത്ഥന ഏറ്റവും ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് ഹന്നയുടെ പ്രാർത്ഥന എന്നാണ് ബൈബിൾ പറയുന്നത്. അവൾ 2 കാര്യങ്ങൾ, അവൾ ദൈവത്തിലേക്ക് ഹൃദയം പകരുകയാണ്. അവൾ 2 കാര്യങ്ങളാണ് ദൈവത്തോട് പറഞ്ഞത്. അടിയൻ്റെ സങ്കടം നോക്കണം, അടിയനെ ഓർക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇത് വെച്ചായിരുന്നു അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവളുടെ പ്രാർത്ഥനയുടെ ശക്തി എന്താ? ശമൂവേൽ ബാലനെ അവൾക്ക് നൽകി. അതുപോലെ തന്നെ വിശ്വാസ സ്ഥിരത വാക്ക് പാലിക്കപ്പെടുന്ന ദൈവിക മർമ്മമാണ്. ദൈവത്തിനായി അവൾ കാത്തിരുന്നു. അപ്പം അവളുടെ നിന്നേ ദൈവം മാറ്റി. അവളുടെ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇനി ഒരിക്കലും എൻ്റെ മുഖം വാടി പോവുകയില്ല എന്നുള്ള അവളുടെ ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ ദൈവം അവൾക്ക് ശമൂവേൽ ബാലനെ കൊടുക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും കണ്ടു കഴിഞ്ഞു. ദൈവവിളിയും നമ്മൾ ഉറച്ചു നിൽക്കണം. വിശ്വാസ സ്ഥിരതയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഹന്നയുടെ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ എന്തുകൊണ്ട് ഹന്നയ്ക്ക് അത് ലഭിച്ചു? അവളുടെ മുഖം വാടിപ്പോയില്ല. നാമും വിശ്വാസ സ്ഥിരതയിൽ ഉറച്ചു നിന്ന് കഴിയുമ്പോൾ നമ്മുടെ നിന്ന മാറ്റും. ഒരുപാട് പഴയ നിന്നകളൊക്കെ നമുക്ക് വന്നാലും ഇതിൽ നിന്ന് മാറ്റി ദൈവം നമ്മുടെ മുഖം
നമ്മളെ ചിരിപ്പിക്കും. മന്ദസ്മിതം, ദൈവത്തിൻ്റെ ഒരു കാറ്റ് മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. ഇങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ വിശ്വാസസ്ഥിരതയിലും ദൈവവിളിയിലുമുള്ള അനേക പ്രവാചകരെ ബൈബിളിൽ നാം കാണുന്നുണ്ട്. എന്തായിരുന്നു പ്രവാചകന്മാരുടെ ലക്ഷ്യം? അവരെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്താണ്? പ്രവാചകന്മാരെ ദൈവം ഉദ്ദേശിക്കുന്നത് മനുഷ്യരോട് ദൈവത്തിന് വേണ്ടി സംവാദിക്കുന്നവരായിട്ടാണ് ദൈവം അവരെ കണ്ടിട്ടുള്ളത്. ഈ പ്രവാചകന്മാരെ കൊണ്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യരെല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള ഒരുപാട് ചേഞ്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം സൈക്കിളുള്ള ഒരു വ്യക്തി എനിക്ക് സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹിക്കും, സ്കൂട്ടറുള്ള വ്യക്തി കാറ് വേണമെന്ന് ആഗ്രഹിക്കും, കാറുള്ള വ്യക്തി ലക്ഷറി കാർ വേണമെന്ന് ആഗ്രഹിക്കും. അതൊരിക്കലും തെറ്റല്ല, അതിനുവേണ്ടി നാം വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇതുപോലെ തന്നെ ആത്മീയമായ നേട്ടങ്ങളും ലഭിക്കാനായിട്ട് നാം പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ് പ്രവാചകന്മാർ. നാം ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. കുർബാനയോടൊപ്പം ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡിനോടൊപ്പം ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, വചനവും നമുക്ക് കിട്ടുന്നുണ്ട്. കുർബാനയോടൊപ്പം തന്നെ നമുക്ക് വചനവും കിട്ടുന്നുണ്ട്. കുർബാനയോടൊപ്പം അല്ല, എല്ലാ സമയവും എപ്പോഴും നമുക്ക് വചനം വേണം. ഈ വചനമായിരിക്കാം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കാര്യം. ഈ പ്രവാചകന്മാരെ കൊണ്ട് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നത് പോലെ ഈ വചനമായിരിക്കാം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ വചനം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ കേട്ടാൽ മതിയോ? പോരാ, നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം, നമ്മൾ കൃത്യമായി ശ്രവിക്കണം. വചനം നമ്മൾ കൃത്യമായി ശ്രവിക്കണം, അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം. ചുമ്മാ ഇപ്പോൾ കൺവെൻഷനിലൊക്കെ ഇതുപോലെ എല്ലാവരും കൺവെൻഷൻ നടത്തുന്നു, പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നു. പക്ഷേ നാം ഇവിടെ വന്നിട്ട് ഇത് ചുമ്മാ കേട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരു കുടം കമത്തി വെച്ച് അതിൻ്റെ പുറത്തോട് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ളൂ. പക്ഷേ അതുപോലെ ആയിരിക്കരുത് കൺവെൻഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു തിരിച്ചു വച്ചിരിക്കുന്ന കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ അത് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തോട് കൂടി വേണം നമുക്ക് കൺവെൻഷൻ കഴിഞ്ഞ് പോകാൻ. നമുക്ക് ഈ വചനം ശ്രമിച്ച് അത് വചനം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വചനം പ്രഘോഷിക്കുന്നുണ്ട്. ഇവിടെ കൺവെൻഷനിൽ എല്ലാ ദിവസവും നാം വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ജസ്റ്റ് പ്രഘോഷണം മാത്രമായിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നമ്മളത് പ്രാവർത്തികമാക്കണം. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുള്ളൂ. നാം പഠിച്ച കാര്യം പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നാം സമൂഹത്തിന് വലിയൊരു എക്സാമ്പിളായി മാറുന്നുള്ളൂ. നമ്മുടെ എക്സാമ്പിൾ കണ്ട് ഇതുപോലെ നൂറുകണക്കിന് എക്സാമ്പിളുകൾ ഉയർന്നു വരണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തെ നന്മയുള്ള സമൂഹമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നാം കേൾക്കുന്ന ഈ ഓരോ വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ കുർബാന കാണുന്നതിനോടൊപ്പം ഈ വചനമാണ് എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ വചനം മനസ്സിലാക്കി മനുഷ്യന് നന്മയ്ക്ക് ഉതകുകയാണെങ്കിൽ അത് കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിരിക്കും ഞാനിത് പറയുന്നത്. നമുക്കത് സമൂഹ നന്മയ്ക്ക് കഷ്ടപ്പെടുന്നവൻ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ മാത്രമാണ് നാം ക്രിസ്തുവിൻ്റെ ഏറ്റവും നല്ല സാക്ഷികളായി തീരുന്നത് എന്ന് പറയാൻ സാധിക്കും. ഈ പ്രവാചകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു. ഒരുപാട് പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചു മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി. അതിൽ ഒരു പ്രവാചകനെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബൈബിൾ വചനം എന്നതാണ് യോനാ പ്രവാചകൻ മറ്റുള്ള പ്രവാചകന്മാരിലെല്ലാവരും വ്യത്യസ്തമായിരുന്നു. നാം മനസ്സിലാക്കിയതുണ്ട്. യോനാ പ്രവാചകനെ പറ്റി പറയുമ്പോൾ ദൈവം ഒരു കാര്യത്തിന് വിട്ടിട്ട് അതിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തിൻ്റെ പറഞ്ഞ നിയോഗത്തിൽ നിന്ന് മാറി വേറൊരു വഴിയിൽ സഞ്ചരിച്ച് നാശത്തിലേക്ക് പോയി. മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വന്ന പ്രവാചകനാണ് യോനാ പ്രവാചകനെ പറ്റി ഉള്ള ചെറിയ കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. യോനാ പ്രവചനത്തെ നോക്കുകയാണെങ്കിൽ യോനാ പ്രവചനം 4 അധ്യായങ്ങളാണുള്ളത്. 1-ാമത്തെ അധ്യായം ദ പ്രോഡിഗൽ പ്രോഫറ്റ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യോനയാണ് 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. നാം ഇന്നിവിടെ വായിച്ച 2-ാമത്തെ അധ്യായം ദ പ്രേയിങ് പ്രോഫറ്റ്, ദൈവത്തോട് നിലവിളിക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രീച്ചിങ് പ്രോഫറ്റ്, ദൈവത്തിന് വേണ്ടി ജനങ്ങളോട് സംസാരിക്കുന്ന യോനയാണ് 3-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായമോ ദ പോണ്ടിങ് പ്രോഫറ്റ്, ദൈവത്തോട് പരാതി പറയുന്ന യോനയാണ് 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. പരാതി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കാണുന്നോട് അതിലൊരു ആവണക്ക മരം ഉണ്ട്. ആവണക്ക മരം പെട്ടെന്ന് വളർന്നു വന്നു യോനയ്ക്ക് ഒരു തണൽ കൊടുക്കുന്ന ഒരു അവസ്ഥ ആവണക്ക് കൊടുത്തു. പെട്ടെന്ന് പക്ഷേ അതിനെ ഒരു പുഴു കയറി അതിനെ കടിച്ച് അത് പെട്ടെന്നങ്ങ് നശിച്ചുപോയി. യോനയുടെ തണലും നഷ്ടപ്പെട്ടു.
ഇത് കണ്ടിട്ട് സർവ്വചരാചരങ്ങളോടും കരുണ കാണിക്കുന്ന സൃഷ്ടാവ് എൻ്റെ ഒരു തണൽ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് പരാതി പറയുന്ന യോനയാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ യോനാ പ്രവചനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മുടിയനായ പുത്രനെ പോലെ മടങ്ങി വന്ന യോനെ പോലെ മറ്റൊരു ഭാവം കൂടെ നമുക്ക് യോനാ പ്രവചനത്തിൽ കാണാം. ദൈവത്തിൻ്റെ മഹാമനസ്സലിവിൻ്റെ ഭാവം. യോനയുടെ തിരിച്ചു വരവിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മഹാമനസ്സലിവാണ് നമുക്ക് യോനാ പ്രവചനത്തിൽ കാണാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇടയായിരിക്കുന്ന ദൈവഭാവം. ഈ യോനാ പുസ്തകത്തിൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാനുള്ള ദൈവഭാവമാണ് യോനാ പുസ്തകത്തിൽ കാണുന്നത്. നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗം തന്നിട്ടുണ്ട്. അത് ദൈവം തന്ന നിയോഗമാണ്, സൃഷ്ടാവ് നമുക്ക് തന്ന നിയോഗമാണ്. അത് സൃഷ്ടി പൂർത്തീകരിക്കുമ്പോഴാണ് അത് നിയോഗം പൂർത്തീകരിക്കുന്നത്. പക്ഷേ നാം പൂർണ്ണമാകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ സൃഷ്ടിയായ നമ്മൾ അതിൻ്റെ ഇടയിൽ അനുസരണക്കേട് കാണിച്ച് അത് മാറിപ്പോവുകയാണെങ്കിൽ ആ നിയോഗം നടക്കുന്നില്ല, ആ പൂർത്തീകരണം അവിടെ നടക്കുന്നില്ല. നാം യോനയുടെ പുസ്തകം നോക്കുകയാണെങ്കിൽ സൃഷ്ടാവിൻ്റെ എല്ലാ ക്രിയേഷൻസും, അത് കപ്പലായിക്കോട്ടെ, കടലായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, മത്സ്യമായിക്കോട്ടെ, എല്ലാം ആ യോന പ്രവചനത്തിൽ സൃഷ്ടാവിൻ്റെ എല്ലാ ക്രിയേഷൻസും സൃഷ്ടാവിനെ അനുസരിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോ അവന് കൊടുത്ത നിയോഗത്തെ അവൻ അനുസരണക്കേടാണ് കാണിക്കുന്നത്. അവന് കൊടുത്ത നിയോഗത്തിൽ നിന്ന് അവൻ മാറിപ്പോവുകയാണ്. അവനോട് പറഞ്ഞ കാര്യം ചെയ്യാതെ അവൻ മാറിപ്പോവുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? നമുക്ക് സൃഷ്ടാവ് തന്നൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തിൽ നിന്ന് നാം മാറിപ്പോകുമ്പോൾ നാം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാശത്തിൻ്റെ പടുകുഴി, നമുക്ക് ആ കഥ തന്നെ യോനയുടെ പ്രവചനം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ നാശത്തിൻ്റെ പടുകുഴിയിലേക്കാണ് യോന വീണതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ദൈവം യോനയോട് പറഞ്ഞത്, നിനവയിലേക്ക് പോകാൻ പറഞ്ഞ യോന നിനവയിൽ പോകാതെ തർശീശിലേക്ക് പോയി. തർശീശിലേക്ക് പോകാനായിട്ടൊരു ചരക്ക് കപ്പലിൻ്റെ ടിക്കറ്റ് എടുത്താണ് ആ ചരക്ക് കപ്പലിൻ്റെ നാശത്തിൻ്റെ ആഴത്തിലേക്ക് അവൻ പോയി നിൽക്കുകയാണ്. അതിൽ അവൻ എന്താ ചെയ്തത്? അവൻ റോങ് ഡയറക്ഷൻ, നിനവയിലേക്ക് പോകാൻ പറഞ്ഞ് അവൻ തർശീശിലേക്ക് പോകുന്നു. ഹി വെൻറ്റ് ഇൻ ഫോർ എ റോങ് ഡയറക്ഷൻ. എന്നിട്ട് അവൻ്റെ ആക്ഷനോ സാധാരണ മനുഷ്യർ യാത്ര ചെയ്യുന്നതിലാണ്, കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അവനോ ഒരു ചരക്ക് കപ്പലിൽ പൈസ കൊടുത്ത് കയറി അടിത്തട്ടിൽ പോയിരുന്നു. ദാറ്റ് വാസ് എ റോങ് ആക്ഷൻ. അപ്പം നമുക്ക് തരുന്ന നിയോഗത്തിൽ നിന്ന് നാം മാറുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? വി ഗോ ഇൻ എ റോങ് ഡയറക്ഷൻ ആൻഡ് റോങ് ആക്ഷൻ. എന്നിട്ട് അവൻ അടിത്തട്ടിൽ പോയി ആരും അറിയാതെ അവൻ കിടന്നു. അവൻ ആ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്നത് കാണാൻ സാധിച്ചു. പക്ഷേ അതവിടെ തീരുന്നുണ്ടോ? അവിടെ അവൻ കയറി കിടന്നു കഴിയുമ്പോൾ കപ്പൽ ആടി ഒലഞ്ഞു തുടങ്ങി. എല്ലാം ഭദ്രമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അത് ആടി തൊലഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? അവർ ചീട്ടിടുമ്പോഴത്തേക്ക് എന്നിട്ട് യോനയെടുത്ത് കടലിൻ്റെ ആഴത്തിലേക്ക് എറിയുകയാണ്. ആഴത്തിലേക്ക് പോകുന്ന യോനയെ മത്സ്യം വിഴുങ്ങുകയാണ്. അപ്പോൾ എന്ത് കണ്ടില്ലേ? യോനയുടെ നിയോഗത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവൻ നാശത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന കാണാം. കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കുന്നു. ആ കടലിൻ്റെ ആഴത്തിലേക്ക് അവൻ എടുത്തെറിയപ്പെടുന്നു. ആ എടുത്തെറിയപ്പെടുന്ന യോന മത്സ്യം വിഴുങ്ങുന്നു. അങ്ങനെ നാം ദൈവത്തിൽ നിന്ന്, നിയോഗത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിനിവ നഗരത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാമുള്ള നഗരമായിരുന്നു നിനിവ. എല്ലാ സമൃദ്ധിയും വെൽത്ത്, സെക്യൂരിറ്റി എല്ലാമുള്ള സ്ഥലമായിരുന്നു നിനിവ. നിനിവ പട്ടണം. പക്ഷേ എന്താണ്? അവിടുത്തെ ആളുകൾ തെറ്റ് ചെയ്തു, അവർ ദുഷ്ടത ചെയ്തു. അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് യോന പ്രവാചകനെ ദൈവം അങ്ങോട്ട് അയക്കുന്നത്. അതുപോലെ അങ്ങോട്ട് അയക്കുന്ന ആ യോന പ്രവാചകനെയും ക്രിസ്തുവിനെയും തമ്മിൽ സിറിൽ ഓഫ് ജെറുസലേം എന്ന് പറഞ്ഞ പിതാവ് അവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അവർ 2 പാരാമീറ്റേഴ്സ് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി മരിച്ചതാണ് കർത്താവ്. യോനയാകട്ടെ നിനിവ ആളുകൾക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നാൽ, കർത്താവ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നെങ്കിൽ യോനാ പ്രവാചകൻ നിനവ ജനങ്ങൾക്ക് വേണ്ടി, അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ 2 പേരും അവരുടെ ജനങ്ങൾക്ക് വേണ്ടി മരണം കൈവരിക്കാൻ
തയ്യാറായവരാണ് ഇവർ രണ്ട്. തൻ്റെ കർത്താവ് മനുഷ്യരാശിക്ക് മുഴുവനാണെങ്കിൽ യോന തൻ്റെ നിനവക്കാർക്ക് വേണ്ടി മരണം കൈവരിക്കാൻ റെഡിയായവരാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ഈ യോന പ്രവചനം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ മുടിയനായ പുത്രനെ പോലെ മടങ്ങി വരുന്ന യോന വന്ന് യഥാസ്ഥാനപ്പെടുമ്പോൾ അവൻ്റെ വന്ന് പ്രാർത്ഥന കൊണ്ട് നിനവ പട്ടണവും യഥാസ്ഥാനപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാൻ കൂടെയായിരിക്കുന്ന ദൈവഭാവം. എന്തൊക്കെ ചെയ്താലും നമ്മൾ അതിൽ പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ അവരെ ഉദ്ദേശിച്ച് ആ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ദൈവഭാവം, ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മളെ സമ്മതിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്മാറ്റക്കാരനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവഭാവം. യോനയ്ക്ക് നേരത്തെ കണ്ട പോലെ ദൈവം ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അവനോടൊരു കാര്യം പറഞ്ഞു, നീ നിനവേൽ പോയി പ്രസംഗിക്കാൻ. അവിടുത്തെ ആളുകളെ വീണ്ടെടുക്കാനാണ് ദൈവം അവരോട് പറഞ്ഞത്. പക്ഷേ അവൻ പിന്മാറ്റക്കാരനായി ഒളിച്ചോട്ടമാണ്, ദൈവത്തിൽ നിന്ന് മറഞ്ഞ് തർശീശിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൻ്റെ പടുകുഴിയിലേക്ക്, തെറ്റിൻ്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി ഏറ്റവും ഭദ്രമായി കിടന്നാലും അവിടെ അസ്വസ്ഥതയുണ്ടായി. നാം തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാവും. നാം കാണുന്നുണ്ട് കപ്പലിലെ ആളുകൾ, കപ്പൽ പ്രമാണി, യോന പ്രവചൻ, എല്ലാവരും അസ്വസ്ഥരാകുന്നു. എന്ന് വെച്ചാൽ ഇവൻ ഭദ്രമെന്ന് വിചാരിച്ച് കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കുമ്പോഴും കപ്പൽ ആടി ഉലയുകയാണ്. അപ്പം എല്ലാവരും അസ്വസ്ഥരാകുകയാണ്. അപ്പം നാം പിന്മാറ്റത്തിൽ പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ്. നമ്മൾ ഉറക്കത്തിൽ 2 തരം ഉറക്കമുണ്ട്. നമുക്ക് ഡീപ്പ് സ്ലീപ്പുണ്ട്, നല്ല സുഖനിദ്ര കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരിക്കും. പക്ഷെ നമ്മളന്ന് ആ കപ്പലിൽ തെറ്റ് ചെയ്ത് പിന്മാറ്റക്കാരനായി യോന അവിടെ പോയി കിടന്നു കഴിഞ്ഞപ്പോൾ ആ കപ്പലിലുള്ളവർക്ക് എല്ലാവർക്കും ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ് ഉണ്ടാകുന്നത്. ആർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈ കാറ്റും കോളും കാരണം അവർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ്. അതിൽ പിന്നെ ഒരു വിരോധാഭാസം അവിടെ നാം കാണുന്നത് വിജാതിയരുടെ വിശ്വാസവും ദൈവം വിളിച്ചവൻ്റെ നിസ്സംഗതയും. ഈ യോന ഈ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ മിണ്ടാതെ നിസ്സംഗഭാവത്തിൽ കിടന്നുറങ്ങുന്നു. അപ്പം കാറ്റും കടലും ഇങ്ങനെ, കാറ്റ് കാരണം ഈ ഷിപ്പ് ആടി ഉലയുന്ന കണ്ട് വിജാതീയരെല്ലാം ദൈവത്തെ വിളിക്കുകയാണ്. പക്ഷേ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ യോനയ്ക്ക് മിണ്ടാൻ പറ്റാതെ യോന നിസ്സംഗഭാവത്തോടെ ഇരിക്കുകയാണ്. അപ്പം അതിലെ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ പ്രമാണി ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? നിനക്ക് നിൻ്റെ ദൈവത്തെ വിളിച്ചുകൂടെ എന്ന് കപ്പൽ പ്രമാണി ചോദിക്കുകയാണ്. വിജാതീയരായ മനുഷ്യരെല്ലാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ ആ വിരോധാഭാസം, ലോകത്തെ ശാസിക്കേണ്ട പ്രവാചകരെ ലോകം ശാസിക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ വരുന്നത്. നമ്മളപ്പം നമുക്ക് തന്നതിൽ നിന്ന് പിന്മാറി പോകുമ്പോൾ ലോകം നമ്മളെ ശാസിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതാണ് നമുക്കവിടെ ഒരു വിരോധാഭാസമായി കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്താലും, എത്ര ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. അവിടെ തന്നെ കാണുന്നുണ്ട്, യോനയുടെ പാപത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നു. The sin was exposed by God. അവൻ എത്ര അടിത്തട്ടിൽ പോയി ഉറങ്ങിയെങ്കിലും യോനയുടെ പാപത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയാണ്? ചീട്ടിട്ടപ്പോൾ, ആടി ഉലഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന്. അതറിയാൻ വേണ്ടി അവർ ചീട്ടിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? യോനയുടെ പേര് വീണു. ചീട്ടിടുന്ന 2-3 അനുഭവങ്ങളാണ്, 2-3 സംഭവങ്ങളാണ് ചീട്ടിടുന്ന കാര്യം ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ കോലാടുകളെ മരുഭൂമിയിലേക്ക് യാഗം കഴിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി അവർ ചീട്ടിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പണ്ട് ഒരുപാട് പുരോഹിതന്മാരുണ്ടായിരുന്നു. അവർക്ക് ധൂപം വയ്ക്കാൻ അവസരം കിട്ടാൻ വേണ്ടി അവർ ചീട്ടിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ യൂദ പോയതിനു ശേഷം യൂദയ്ക്ക് പകരം മത്യാസിനെ തിരഞ്ഞെടുക്കാനും അവർ ചീട്ടിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ചീട്ടിൻ്റെ കാര്യങ്ങൾ ബൈബിളിലുള്ളത് പ്രതിപാദിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയാൻ വന്നത്, എത്ര ഒളിഞ്ഞിരുന്നാലും ദൈവം യോനയുടെ ദ സിൻ വാസ് എക്സ്പോസ്ഡ് ബൈ ഗോഡ്. യോനയുടെ പിന്മാറ്റത്തെ ദൈവം തുറന്നു കാട്ടി ചീട്ടിലൂടെ. അപ്പം കാറ്റും കോളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കപ്പൽ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജാതിയർ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥന ഏറ്റിട്ടില്ല. അവിടെ കാറ്റും കോളും പിന്നെയും നിൽക്കുകയാണ്. അവസാനം യോനയ്ക്ക് താൻ കാരണമാണെന്ന് മനസ്സിലായി പശ്ചാത്തപിച്ച് അവൻ ആ തെറ്റ് ഏറ്റെടുത്ത് മരണം കൈവരിക്കാനായിട്ട് അവനോട് എന്ത് ചെയ്യണമെന്ന് കപ്പൽ പ്രമാണി ചോദിക്കുമ്പോൾ, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക എന്ന്
യോന പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് കർത്താവുമായിട്ട് പിന്നെയും ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് യോനയുടെ അടയാളത്തെ അംഗീകരിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ക്രിസ്തു പറയുന്നത്, യോനെ പോലെ മനുഷ്യപുത്രനും കിടക്കും എന്ന്, 3 രാവും 3 പകലും കിടക്കുമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ഇതിലാണ് കർത്താവിനെയും യോനയുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അപ്പം നമുക്കും നാം മനസ്സിലാക്കേണ്ടത്, നാം പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര പിന്മാറിയാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗമുണ്ടെങ്കിൽ ആ പിന്മാറ്റക്കാരന് ദൈവം അവൻ്റെ ആ പിന്മാറ്റത്തെ പുറത്തു കൊണ്ടുവന്ന് നമ്മളെ മാനസാന്തരപ്പെടുത്താൻ അവൻ എപ്പോഴും വലിയ കരുണയുള്ളവനാണ് എന്ന് നാം മനസ്സിലാക്കണം. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത് പട്ടുപോകാൻ സാധ്യതയുള്ളതിനെ പകിട്ടേക്ക് നിർത്തുന്ന ദൈവഭാവം എന്ന് പറഞ്ഞാൽ, നിനിവ പട്ടണത്തെ പറ്റി ഞാൻ പറഞ്ഞ എല്ലാ സമൃദ്ധിയുമുള്ള പട്ടണമായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടത ചെയ്തു, തിന്മ ചെയ്തത് കൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാനായിട്ടാണ് ദൈവം തീരുമാനിച്ചത്. അതുകൊണ്ട് അവരോടുള്ള ആ മനസ്സലിവിൻ്റെ വലിയ ഭാവം കൊണ്ടാണ് യോനാ പ്രവാചകനെ അങ്ങോട്ട് നിയോഗമായിട്ട് അയക്കുന്നത്. പക്ഷേ ആ നിയോഗത്തിൽ നിന്ന് യോനാ പ്രവാചകൻ മാറിപ്പോയെങ്കിലും അവനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് ഈ പട്ടുപോകാനുള്ള നിനവ പട്ടണത്തെ രക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. യഹോവയുടെ ഒരു നോട്ടം മാത്രമേ അവിടെ കിട്ടിയുള്ളൂ, ചെറിയൊരു കാറ്റ് മാത്രമേ അടിച്ചുള്ളൂ. അപ്പം ഈ പട്ടുപോകാനിരിക്കുന്ന നിനിവ പട്ടണത്തെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരു പ്രവാചകനെ കൊണ്ടുവന്നു. അവൻ തെറ്റിപ്പോയെങ്കിലും പ്രവാചകനെ തിരിച്ചു വിളിച്ച് പ്രവാചകൻ്റെ പ്രാർത്ഥന കൊണ്ട് ജനങ്ങളോട് സംസാരിച്ച് ആ പട്ടണത്തിനെ തിരിച്ചു പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരെല്ലാവരും നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് വെച്ച് നമ്മളെ അളക്കുന്നതാണ്. പക്ഷേ ദൈവം അങ്ങനല്ല. നാം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹൃദയത്തെ അളക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമുക്കുള്ള നിയോഗം ഏതാണ് എന്ന് മനസ്സിലാക്കി, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവം വന്നെന്ന് പറഞ്ഞാലും നാം അതിൽ നിന്ന് വിട്ടുപോകാതെ ഉറച്ചു നിൽക്കണം. നമുക്കതിൽ നിന്ന് ചിലപ്പം നമുക്ക് വിട്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടാകാം. പക്ഷേ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മനസ്സലിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് ആ ഉറപ്പ് വേണം നമുക്കുണ്ടാകേണ്ടത്. ഇങ്ങനത്തെ കൺവെൻഷൻ, കുർബാന, പ്രാർത്ഥന ഇതെല്ലാം അതിന് അവസരമാക്കണം. ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ്. ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സന്തോഷത്തോടുകൂടെ സ്തോത്രകാഴ്ചയിൽ പങ്കുചേരുക. അതുപോലെ തന്നെ ഇവിടെ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് കൺവെൻഷൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആ തരത്തിലൊക്കെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്.